ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ് ഷമി ഞാൻ ഷമീർ. അപ്പോൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വാക്സിൻ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വല്ല അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാനൊന്നും പോകാൻ പറ്റില്ല. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ വീട്ടിലിരിക്കാനാണ് ഇപ്പോൾ ഒരു അവസ്ഥ. ചെറിയ അസുഖങ്ങൾക്കൊന്നും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കണം, നമ്മളെ കാര്യങ്ങളൊന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മളെ മൊബൈൽ വഴി ലൈവായി ഡോക്ടറുമായിട്ട് സംസാരിക്കാം. നമുക്ക് വല്ല മരുന്ന് എഴുതി തരികയാണെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് മരുന്ന് വാങ്ങി ഉപയോഗിക്കാം. അങ്ങനെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുത്താനാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി കാരണം വന്ന ഒരു ആപ്പാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോസും എൻ്റെ ചാനലും ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക, ആൾ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ എന്തായാലും എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകും. കാരണം വീട്ടിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ ഒരുപാട് രോഗികൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും വീഡിയോ മുഴുവനായി ഇരുന്ന് കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഡോക്ടറെ കണ്ട് സംസാരിക്കാമെന്ന് നോക്കാം. ഈ ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതാണ്. സഞ്ജീവനി OPD എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. നമുക്ക് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ആദ്യം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓൾറെഡി കോൾ ചെയ്തിട്ടുള്ളതാണ്. ഇതേ വേറൊരു ഫോണിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വളരെ ചെറിയ MB ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിന് ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വയ്ക്കുക. അത് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തൊട്ടുമുകളിൽ കാണിച്ചിട്ട് നെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് അടിക്കാം. നമുക്ക് നെക്സ്റ്റ് അടിച്ച് 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫസ്റ്റ് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് പേഷ്യൻ്റ് രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. ജനറൽ ടോക്കന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ. അത് കൊടുക്കുമ്പോൾ നമുക്ക് ഏത് സംസ്ഥാനമാണോ കൊടുക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കേരള ആണെങ്കിൽ കേരള കൊടുക്കുക. എല്ലാ ഇതുണ്ട്. പിന്നെ ജനറൽ OPD ആണ് കൊടുക്കേണ്ടത്. സ്പെഷ്യാലിറ്റി OPD നമുക്ക് ആവശ്യമില്ല. ജനറലായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളതാണല്ലോ. അത് കൊടുത്തിട്ട് അതിന് 3 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനറൽ സഞ്ജീവനി OPD കേരള എന്ന് കൊടുത്താൽ മതി. കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് നമ്മളെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു OTP കിട്ടുന്നതാണ്. അത് വെച്ച് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ചോദിക്കും. നമ്മുടെ പേരെന്താണോ അതും കാര്യങ്ങളൊക്കെ കൊടുക്കുക. മെയിൽ ID കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്കുള്ള ഡീറ്റെയിലൊക്കെ വരുന്നതാണ്. ജനറൽ ഏതാണോ അതേമാതിരി ഏജ് കൊടുക്കുക. എല്ലാം നമ്മൾ കൊടുക്കുന്നത് കൃത്യമായിരിക്കണം. കാരണം നമുക്കിതൊരു ഡോക്യുമെൻ്റായിട്ട് പിന്നെ ഉപയോഗിക്കുന്നതാണ്. കാരണം പിന്നീട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വേണമെങ്കിൽ എല്ലാം സേവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഒറിജിനലായിരിക്കണം. പിന്നെ ഏത് ജില്ലയാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത ഇൻ്റർഫേസിൽ നമ്മൾ ജില്ല കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ഥലങ്ങൾ കാണിക്കും. മണ്ണാർക്കാട്. അപ്പോൾ നമ്മുടെ സിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കും. ഓരോ ജില്ലയിലത്തെ മെയിൻ സിറ്റികൾ കാണിക്കും. അത് സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിലും ഒറിജിനലായിരിക്കണം. പ്രൂഫ് അതേമാതിരി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അത് നമുക്ക് പിന്നീട് ഒരു ഡോക്യുമെൻ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിൻകോഡും ഡീറ്റെയിലൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യുക. അതായത് നമുക്ക് മുന്നേ ചെക്ക് ചെയ്ത ലിസ്റ്റോ കാര്യങ്ങളോ എന്തുവേണമെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് OK കൊടുക്കുക. അത് നമുക്കൊരു ഇത് വന്ന് നമ്മുടെ ടോക്കൺ നമ്പർ വന്നിട്ടുണ്ട് മെസ്സേജിൽ. ഇനി അത് വെച്ചിട്ട് വേണം നമുക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ. അങ്ങനെ ഇതാണ് നമ്മൾ ടോക്കൺ നമ്പർ മെസ്സേജ് വന്നിട്ടുണ്ട്. ടോക്കൺ നമ്പർ വെച്ചിട്ട് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുക. ആദ്യം പോയ പോലെ തന്നെ ലോഗിൻ ചെയ്തിട്ട് എല്ലാം അലവ് കൊടുക്കുക. കാരണം നമ്മൾ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അലവ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലുണ്ടാവും ചെക്കിങ്. നമ്മുടെ എത്ര നമ്പറാണ് ടോക്കൺ വരുന്നത്, എത്ര കഴിഞ്ഞ് നമുക്ക് ഡോക്ടറെ കാണാൻ കഴിയുന്നില്ലാണ് മേലെ കാണിക്കുന്നത്. ഇപ്പോൾ 14 എന്ന് കാണിക്കണേ എൻ്റെ നമ്പറാണ്. 14 ആളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡോക്ടറെ കാണാൻ. ഇപ്പോൾ 2 ആയി.
അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ഓൺലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊരു കോൾ വരുന്നൊരു സിമ്പൽ വരും. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ കഴിയും. കുറച്ച് നേരം ടൈം എടുക്കും, കാരണം നമ്മുടെ ക്യൂ നമ്പർ അനുസരിച്ചിട്ടേ നമുക്ക് ഡോക്ടറെ കാണാൻ കഴിയുള്ളൂ. ഏകദേശം എൻ്റെ ടൈം ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഇങ്ങനൊരു ചിഹ്നം വരും. അതിൽ കാൾ നൗ കൊടുക്കുക. കാൾ നൗ കൊടുക്കുമ്പോൾ ഡോക്ടറായിട്ട് കണക്റ്റ് ആവുന്നതാണ്. ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഞാനിതിൽ എനിക്ക് കാണിക്കുന്നില്ല, ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ഓൺലൈനിൽ എങ്ങനെ സംസാരിക്കാമെന്ന്. ഇപ്പോൾ ഏകദേശം കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടാണ് ക്യാമറ ഓണാണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളും അവരോട് പറയാം. വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. അഡീഷണൽ ചാർജ് ഒന്നും വരുന്നില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സംസാരം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ അസുഖത്തിനുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഗുളികയും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിലും മരുന്ന് വാങ്ങാൻ കഴിയുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ലിസ്റ്റ് നമുക്ക് അടിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതുകൊണ്ട് പോയിട്ട് നമുക്ക് മരുന്ന് വാങ്ങാൻ കഴിയും. ഏത് അസുഖം വേണമെങ്കിൽ പറയാം നമുക്ക്. അവർക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫറൻസ് ചെയ്യണമെങ്കിൽ അതും ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ കാണേണ്ട അസുഖമാണെങ്കിൽ അത് അവർ ചെയ്തു തരും. വളരെ സിമ്പിളായിട്ട് ഡോക്ടറെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നമുക്ക് അഡീഷണൽ ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാതെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. എന്തായാലും ഇതൊരു അത്യാവശ്യമുള്ളൊരു ആപ്പാണ് ഈ ഒരു സമയത്ത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കരുത്, എൻ്റെ വീഡിയോസും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതേമാതിരി ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിലത്തെ വീഡിയോയും ഷെയർ ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കരുത്. കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾക്ക് എന്തായാലും ഡോക്ടറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നതാണ്. ഒരു ചാർജോ ഒന്നും ആവശ്യമില്ലാത്തൊരു ആപ്പാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഞാൻ തന്നെ 2-3 വട്ടം വിളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ലോക്ക്ഡൗൺ ആയിട്ട് പുറത്തു പോകാൻ പറ്റാതെ യൂറിക് ആസിഡ് ഒന്ന് കൂടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. കൃത്യം നമുക്ക് എല്ലാ ഡീറ്റെയിലും അവർ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വട്ടം വിളിച്ചാൽ തന്നെ മനസ്സിലാവും. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അസുഖത്തെക്കുറിച്ചിട്ട് പറയുകയും ചെയ്യും. അതേപോലെ മരുന്ന് അവർ എഴുതി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു കോവിഡ് ഹെൽപ്പ് ഡെസ്ക് ഇട്ടിട്ടുണ്ട് നാട്ടിൽ. അതിൻ്റെ ഒരു മദ്രസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ചെയ്യുന്നത്. പെട്ടെന്ന് ഓരോന്ന് തോന്നുമ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ അടിപൊളി ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.